എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തലശ്ശേരി സ്റ്റൈലിലുള്ള ബീഫ് ബിരിയാണിയുടെ ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ബീഫ് കഴിക്കാത്തവർക്ക് നിങ്ങൾക്ക് മട്ടനോ ചിക്കനോ ഒക്കെ വെച്ചിട്ട് ഇത് റീപ്ലേസ് ചെയ്യാം. മീനും എടുക്കാവുന്നതാണ്. മീൻ ബിരിയാണിയുടെയും ചിക്കൻ ബിരിയാണിയുടെയും മട്ടൻ ബിരിയാണിയുടെ ഒക്കെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തലശ്ശേരി സ്റ്റൈലുള്ളത്. തലശ്ശേരി ബിരിയാണിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് അതിൻ്റെ മസാലപ്പൊടിയാണ്. മസാലപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അതേ രീതിയിൽ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ബിരിയാണിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ ഗരം മസാല എടുത്തിട്ട് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തലശ്ശേരി ബിരിയാണിയുടെ യഥാർത്ഥ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ മസാലപ്പൊടി തയ്യാറാക്കുക. അതുപോലെ ബിരിയാണി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ മസാല വറുത്ത് പൊടിച്ച് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. മസാലപ്പൊടി നമ്മളപ്പോൾ തയ്യാറാക്കി വെച്ചു. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കുടം വെളുത്തുള്ളി, 2 മീഡിയം പീസ് ഇഞ്ചി കഷ്ണങ്ങൾ, 10 നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ച് എടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കണ്ട, ഒന്ന് ചതച്ച് എടുത്താൽ മതി. ഇനി ആദ്യം തന്നെ നമുക്ക് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ പ്രഷർ കുക്കറിലാണ് ബീഫ് വേവിക്കുന്നത്. 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബീഫാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫാണ്. ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ആദ്യം തന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി മസാലയിൽ നിന്നും ഒരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാല ഇതിലേക്ക് ചേർക്കാം. നമ്മൾ മറ്റ് പൊടികളൊന്നും ഇനി ഇതിലേക്ക് ചേർക്കില്ല. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. അതുകൊണ്ടാണ് ഈ ബിരിയാണി മസാല നമ്മൾ അതേപോലെ തന്നെ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൽ നിന്നും 2 സ്പൂൺ ഇതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂണാണ്. പിന്നെ ഒരു പിടി മല്ലിയില, അരപ്പിടി പുതിനയില. പുതിനയില ഒരുപാടങ്ങ് കൂടരുത്. മല്ലിയിലക്കാട്ടിലും നേർപകുതി എടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ബീഫൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ടിട്ട് വേവിക്കുമ്പോഴാണ് നല്ല രുചി കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ബിരിയാണി മസാലയിൽ നമ്മൾ ഓൾറെഡി കുരുമുളകൊക്കെ ചേർത്തിട്ട് പൊടിച്ചാണ്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് കുരുമുളക് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സവാളയും കൂടി അരിഞ്ഞ് ചേർക്കാം. ഞാനിവിടെ സവാള ഇപ്പോൾ ചേർക്കുന്നില്ല. ഇനി കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിങ്ങനെ തലേദിവസം തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിട്ട് മസാലയൊക്കെ പിടിക്കും. അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിക്കാൻ നേരത്ത് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ ചേർക്കരുത്. ബീഫിൽ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നും ഇറങ്ങി വരും. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എത്ര വിസിൽ വേണമെന്നുള്ളത് ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നമ്മളിവിടെ ഒരു 4-5 വിസിലടിച്ചിട്ടാണ് ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. ബീഫ് അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിനി ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഉള്ളി വറുക്കാനായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. മുഴുവനായിട്ട് നെയ്യിൽ നമ്മൾ ഉള്ളി വറുത്തെടുക്കുമ്പോൾ ബിരിയാണി നമുക്ക് ചെടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നെയ്യ് മാത്രമാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഒരു 2 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 3 സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെറിയ സവാളയാണ്. വളരെ കനം കുറച്ച് അരിഞ്ഞതാണ്. ഒരേപോലെ അരിഞ്ഞിട്ടുള്ള സവാളയാണ്. സവാള ഒരു 3 തവണകളാക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. സവാള വളരെ ശ്രദ്ധിച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോയാൽ ബിരിയാണിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ തന്നെ ഇത് കോരി മാറ്റണം. അപ്പോഴാണ് ബിരിയാണിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. സവാള ഫ്രൈ ചെയ്യാനിട്ടിട്ട് വേറെ എങ്ങും പോകരുത്. അവിടെ തന്നെ നിന്ന് അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് അവിടെ വെളുത്ത് കാണുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റുമ്പം ഇരുന്നിട്ട് എല്ലാം നല്ല കളറായിക്കോളും. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് വെള്ള ഉള്ളിയും അതുപോലെ തന്നെ റെഡ് ഒണിയനും കിട്ടും. അപ്പോൾ വെള്ള ഉള്ളി എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. റെഡ് ഒണിയൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഷെയ്ഡ് വരും. അത് കരിഞ്ഞ പോലെ തോന്നിക്കുകയും ചെയ്യും. ഈ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി വറുത്ത് കോരുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. ചിലർ തലശ്ശേരി ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചേർക്കണ്ട. മുന്തിരിങ്ങയും നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണം എന്ന് ഇല്ല.
നമ്മളൊരു കല്യാണ നെയ്ച്ചോറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കറിവേപ്പിലൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ഇതേ സമയം കൊണ്ട് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ബീഫിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ബീഫ് ഒരു 3/4 വേവ് ആയാൽ മതി. ബാക്കി ഇനി നമ്മൾ ദം ചെയ്യുമ്പോൾ ഇത് വെന്ത് കിട്ടും. പിന്നെ മസാലയൊക്കെ ആക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം ബീഫ് വേവിക്കുന്നുണ്ട്. ഇനി ബീഫ് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്ന അതേ എണ്ണയാണ് എടുക്കുന്നത്. ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആദ്യം തന്നെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇതാദ്യം തന്നെ ചേർത്തിട്ട് വഴട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം വഴണ്ട് കിട്ടും. ഉള്ളി ചേർത്തിട്ട് ഇത് ചേർക്കുമ്പം ഇത് വഴണ്ട് കിട്ടാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വളരെ കനം കുറച്ചിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം ആകുന്നവരെ ഒന്നും വഴറ്റണ്ട, എന്നാൽ അത്യാവശ്യം ഒന്ന് വഴണ്ട് കിട്ടണം. അപ്പോൾ സവാള ഒന്ന് ഏകദേശം ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഇനി തക്കാളി ചേർക്കുകയാണ്. നമ്മൾ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ബീഫിൻ്റെ വേണ്ടിയിട്ടുള്ള അളവാണ് നമ്മൾ ഈ കാണിക്കുന്നത്. തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കുന്നുണ്ട്. ചില പുതിനയിലയ്ക്ക് ഭയങ്കര ക്രാണമായിരിക്കും, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കുറച്ച് ചേർക്കുക. ഒരുപാട് പുതിനയുടെ ടേസ്റ്റ് മുന്നിട്ട് നിന്നാൽ ബിരിയാണിയുടെ ടേസ്റ്റേ മാറിപ്പോവും. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാലയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചേർത്തിട്ട് നോക്കാം ടേസ്റ്റ്. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. നമ്മളിവിടെ ഒരു 3 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്തിരിക്കുന്നത്. ബിരിയാണി മസാല ഓൾറെഡി വറുത്തതാണ്, അതുകൊണ്ട് ഒരുപാട് വീണ്ടും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. നല്ല കട്ട തൈരാണ് ചേർത്തിരിക്കുന്നത്. പുളിയുള്ള തൈരായാലും കുഴപ്പമൊന്നുമില്ല. ഇതോടൊപ്പം തന്നെ ഒരു പകുതി മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. തൈരും നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ വേണം, അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വെള്ളത്തോടു കൂടി തന്നെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ബീഫ് ഒരു 3/4 വേവാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൽ കിടന്നിട്ട് മസാലയിൽ കിടന്നിട്ട് വേണം ബീഫ് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. ഒരു അരമണിക്കൂറൂടെ വെച്ചിട്ട് ഈ മസാലയിൽ കിടന്ന് ബീഫ് വേവുകയാണെന്നുണ്ടെങ്കിൽ ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്നും ഒരു പകുതി ഉള്ളി കായ് വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ തന്നെ ഈ ബീഫ് മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അടച്ചു വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിക്കാം. നമ്മളൊരു തുള്ളി പോലും വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കരുത്. ബീഫിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്ന വെള്ളമാണിത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി ഒന്ന് ചാറ് കുഴമ്പായിട്ട് വരണം. എന്നാൽ ഒരുപാട് വറ്റും വേണ്ട, വെള്ളം കുറച്ച് വേണം. അപ്പോഴാണ് നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് ദം ചെയ്യുമ്പോൾ ബിരിയാണിക്ക് നല്ല മയവും രുചിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഇനി നമ്മൾ അരിയാണ് വേവിക്കാൻ പോകുന്നത്. തലശ്ശേരി ബിരിയാണിക്ക് നമ്മളെപ്പോഴും ജീരകശാല അരിയാണ് എടുക്കുന്നത്, അതായത് കൈമ അരി. അപ്പോൾ അതെങ്ങനെയാണ് വേവിക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിവിടെ കൈമ അരി വെച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യോടൊപ്പം തന്നെ നമ്മൾ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. 3 കപ്പ് അരിയിലാണ് നമ്മൾ ഈ ബിരിയാണി ചെയ്തെടുക്കുന്നത്. 3 മുതൽ 4 കപ്പ് വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സാജീരകമാണ് അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു 3 ഗ്രാമ്പു, ഒരു 4 ഏലക്ക,
ഒരു 2 കഷ്ണം പട്ട. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജാതിപത്രിയും തക്കോലവും ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള സവാളയുടെ ഒരു പകുതി അരിഞ്ഞിട്ട് ചേർക്കാം. നമ്മളിവിടെ എളുപ്പത്തിന് ആ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ചേർത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ചേർക്കുന്നത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 250 മില്ലിയുടെയാണ് 1 കപ്പ്. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. പനിനീരാണ്. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ഏതരി വറ്റിച്ചെടുത്താലും അത് ഒരു അരമണിക്കൂർ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ വെള്ളത്തിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ മാത്രമേ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നെയ്ച്ചോറിനൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നിട്ട് വയ്ക്കണം വെള്ളത്തിൽ. എങ്കിൽ മാത്രമേ ചോറ് വെന്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് വരത്തുള്ളൂ. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 3 കപ്പ് വയനാടൻ കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. ജീരകശാല അരിയാണ്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ മാത്രം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. ഒരിക്കലും ഇത് ഊറ്റി വെക്കരുത്. ഊറ്റി വെച്ചാൽ അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അരി കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഈ അരിയും വെള്ളം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അരി ഇനി നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രം അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് നമുക്കിത് ചെറുതീയിലിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഈ തിളയ്ക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തിളയ്ക്കാതെ നമ്മൾ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അരി വെന്ത് കിട്ടില്ല. നന്നായിട്ട് തിള വന്നു. നമ്മളിപ്പോൾ അടച്ചു വെച്ചിട്ട് തീ ഏറ്റവും കുറച്ച് ഇട്ടിട്ട് നമുക്കിനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ബാക്കി ഇനി എന്തെങ്കിലും വേവാനുണ്ടെങ്കിൽ നമ്മൾ ദം ചെയ്യുമ്പോൾ അത് വെന്ത് കിട്ടും. അരി കറക്റ്റ് പാകത്തിന് തന്നെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. കുതിർത്തിയിട്ട് മാത്രം അരി വേവിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ വെന്ത് കിട്ടില്ല പെട്ടെന്ന്. ഇനി നമുക്ക് ഇതെല്ലാം എങ്ങനെയാണ് ദം ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ദം ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ദം ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെയ്ച്ചോറ് ചൂടോടുകൂടി തന്നെ ഈ ബീഫ് മസാലയുടെ മുകളിലായിട്ട് നമ്മൾ ഒരു ലെയറൊന്ന് നിരത്തി കൊടുക്കുക. ചൂടോടുകൂടി തന്നെ വേണം എപ്പോഴും നമ്മൾ ദം ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 2 നുള്ള് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാലപ്പൊടി ഒന്ന് വിതറി കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പില, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇത്രയും കൂടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നിങ്ങൾക്ക് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് കളറിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അത് ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും വേവിച്ച് വെച്ചിരിക്കുന്ന അരി നിരത്തിയിട്ട് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കുക. ഇടയ്ക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ ആവി പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ദം ചെയ്ത് എടുക്കാം. ദം ചെയ്യാനായിട്ട് ഒരു ദോശത്തവയുടെ മുകളിൽ വെച്ചിട്ട് അരമണിക്കൂർ നേരം ചെറുതീയിലിട്ട് ദം ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ അവനിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ദം ചെയ്ത് എടുക്കാം. നമ്മളിവിടെ അവനിൽ വെച്ചിട്ടാണ് ചെയ്ത് എടുത്തിട്ടുള്ളത്. വളരെ ചൂടാണ്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. തലശ്ശേരി ബിരിയാണി എന്ന് പറയുമ്പം താഴെ ആണ് മസാല, മുകളിൽ മുഴുവനായിട്ടും റൈസാണ്. താഴേക്ക് വരുന്തോറും ചോറിൻ്റെ കളറ് മാറി ഒരു ആ മസാല കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരു ചോറാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കുറച്ച് ബീഫ് മസാല വെച്ചു. വീണ്ടും നമ്മൾ ആ മഞ്ഞ കളറിലുള്ള ചോറും അതുപോലെ തന്നെ വെള്ള കളറിലുള്ള ചോറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടാനുസരണം വിളമ്പാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്കാണ് ഇത് വിളമ്പിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചിക്കനും അതുപോലെ തന്നെ മട്ടനും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അധികം മസാലക്കുത്തുകളൊന്നും ഇല്ലാതെ വളരെ രുചികരമായിട്ടുള്ള ആ അരിക്ക് തന്നെ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഈസ്റ്ററിന് നിങ്ങൾ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് സെൻഡ് ചെയ്ത് തരിക. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്